എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാവർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അത് നിലമ്പൂരിലെ ജനങ്ങൾ, ഇതിന് നേതൃത്വം കൊടുത്ത UDFന്റെ മുഴുവൻ നേതാക്കന്മാർ, പ്രത്യേകിച്ചും എന്നെ ഏറ്റവും അധികം പിന്തുണച്ച കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പ്രിയങ്ക ഗാന്ധി, അതുപോലെ തന്നെ KC വേണുഗോപാൽ, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി, ഖാർഗെജി, കേരളത്തിൽ ഇതിന് നേതൃത്വം കൊടുത്ത പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA, കൺവീനർ അടൂർ പ്രകാശ്, രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ മുൻ KPCC പ്രസിഡന്റുമാരായ K മുരളീധരൻ, K സുധാകരൻ, VM സുധീരൻ, അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, UDFന്റെ കരുത്തരായ നേതാക്കന്മാർ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ്, കോൺഗ്രസ് ഇതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്നതിന് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് മുസ്ലിം ലീഗാണ്. ഉള്ളൊരുക്കം എന്നൊക്കെ പറഞ്ഞ് പല പരിപാടികളിലൂടെ മുസ്ലിം ലീഗ് അതിന്റെ മുഴുവൻ അണികളെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ സജ്ജരാക്കിയിരുന്നു. അതിന് നേതൃത്വം കൊടുത്ത സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതേപോലെ തന്നെ അബ്ബാസ് അലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ, ഇവിടെ PK ബഷീറും അതുപോലെ തന്നെ ഇസ്മായിൽ മുത്തേടവും നിയോജകമണ്ഡലം ചെയർമാൻ ശ്രീ ഇക്ബാൽ മാസ്റ്ററും ഒക്കെ ഇവിടെയുണ്ട്. മുസ്ലിം ലീഗിന്റെ മുഴുവൻ MLA മാരും മുഴുവൻ MP മാരും VV അബ്ദുൽ വഹാബ് അടക്കമുള്ള MP മാരും എല്ലാവരും കൂടി വളരെ നേരത്തെ തന്നെ ഇതിന് മുന്നൊരുക്ക പ്രവർത്തനം നടത്തി. പിന്നീട് UDF ഇതിന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം UDF ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്നതാണ് ഇതിന്റെ ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് ഫലമുണ്ടായത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും, ഞാൻ കേട്ടത് കരുളായി മാത്രം 200 വോട്ടിന്റെ പിറകിൽ പോയി. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും ലീഡ് ചെയ്യാൻ പറ്റി. കരുളായിൽ 200 വോട്ടിന് പിറകിൽ പോയി എങ്കിലും എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭയിലും ലീഡ് ചെയ്യാൻ പറ്റി. ഒരു നല്ല ഭൂരിപക്ഷം ഈ ഡീലിമിറ്റേഷന് ശേഷമുള്ള നിലമ്പൂർ നിയോജകമണ്ഡലം, അതായത് കാളികാവും ചോക്കാടും ചാലിയാർ പഞ്ചായത്തും UDFന്റെ കുത്തകയായ പഞ്ചായത്തുകൾ, വലിയ ഭൂരിപക്ഷം നൽകുന്ന പഞ്ചായത്തുകൾ, ആ പഞ്ചായത്തുകൾ ഡീലിമിറ്റേഷന് ശേഷം നിലമ്പൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് പോയതിനു ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 2011-ലാണ്. 2011-ലെ തെരഞ്ഞെടുപ്പിൽ എന്റെ പിതാവ് ജയിച്ചത് 5000 ചില്ലാനം വോട്ടിനാണ്. ഏകദേശം 5800ഓളം വോട്ടിനാണ് അദ്ദേഹം വിജയിച്ചത്. അതിനുശേഷം 2 തെരഞ്ഞെടുപ്പുകളിലും 2016-ൽ ഞാൻ പരാജയപ്പെട്ടു, 2021-ൽ ശ്രീ പ്രകാശ് പരാജയപ്പെട്ടു. അതിനുശേഷം ഇതൊരു വലിയ ഭൂരിപക്ഷത്തിന്, 11,000 ചില്ലാനം ഭൂരിപക്ഷത്തിന് ഈ മണ്ഡലം തിരിച്ചു പിടിച്ചു എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുണ്ട് എന്ന് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഈ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള ജനങ്ങളുടെ വിജയമാണ് യഥാർത്ഥത്തിൽ ഈ 11,000 ചില്ലാനം ഭൂരിപക്ഷം എന്നാണ് പറയാനുള്ളത്. ബാക്കി എന്തൊക്കെ പറഞ്ഞാലും നിലമ്പൂർ കഴിഞ്ഞ കുറെ കാലങ്ങളായി അവഗണിക്കപ്പെടുകയാണ്. വാഗ്ദാനങ്ങളാൽ കബളിപ്പിക്കപ്പെട്ട നിലമ്പൂരാണ്. 100 പ്രശ്നങ്ങൾ, UDF കൊണ്ടുവന്ന പദ്ധതികൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയത്, പല കാര്യങ്ങളുമുണ്ട്. അതിനൊക്കെയുള്ള നിലമ്പൂരിന്റെ പ്രതിഷേധം കൂടിയായാണ് ഈ തെരഞ്ഞെടുപ്പിന് നമ്മൾ കാണുന്നത്. മാത്രമല്ല, നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന് ഇവിടെ ഏറ്റവും കൂടുതൽ ഇതിന് നേതൃത്വം നൽകിയത് AP അനിൽകുമാറും ശ്രീ VS ജോയിയുമാണ്. AP അനിൽകുമാറിന് അതിന് ചുമതല കിട്ടിയതിനു ശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് എത്രയോ മാസങ്ങൾക്ക് മുൻപ് അനിൽകുമാറും ജോയിയും ഒറ്റക്കെട്ടായി നിന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രവർത്തനങ്ങൾ, മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വളരെ നന്നായി നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ അഡ്വാൻസ് ചെയ്ത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. അതുകൊണ്ടാണ് ആദ്യഘട്ടം മുതൽ തന്നെ ഞങ്ങൾ പറഞ്ഞത് ഒരു ചരിത്ര ഭൂരിപക്ഷം നിലമ്പൂരിൽ ഉണ്ടാവും, എല്ലാ പഞ്ചായത്തുകളും ലീഡ് ചെയ്യും എന്ന് ആവർത്തിച്ച് ഞങ്ങൾ പറഞ്ഞത്. അത് കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. അതിന് നേതൃത്വം നൽകിയ ശ്രീ AP അനിൽകുമാറിനും VS ജോയിയോടുമുള്ള നന്ദിയും കടപ്പാടും എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എനിക്കറിയില്ല.